കൂടെ അല്ലെങ്കിൽ രേണു സുധീരോട് ആര് അഭിനയിച്ചാലും ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് ഒരു ഇരയായിരുന്നു, കുറച്ചു നാളത്തേക്ക് നല്ല ഇരയായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് ഇവന്റെ തലയിലോട്ട് ആ മുൾക്കിരീടം വെച്ചിട്ട് ദാസേട്ടൻ മുങ്ങി എന്ന് പറയാം, മുങ്ങിയതല്ല കേട്ടോ. അപ്പം ഞാൻ തമാശക്ക് പറഞ്ഞാണ്. അപ്പം ഞാൻ ഏത് സീൻ എടുക്കുന്നതിന് മുന്നേ ഞാൻ ഇവന്റെ അടുത്ത് അല്ലെങ്കിൽ ഡയറക്ടറിന്റെ അടുത്ത് പറയും, പ്രതീഷ് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഹഗ് ചെയ്യാൻ അവൻ ഓക്കെ ആണോ, അവൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഫാമിലി ഓക്കെ ആണോ, നമുക്ക് അതേ പറ്റത്തുള്ളൂ. ഒരു നടൻ ആക്ടർ ഉണ്ട്, രേണു ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ആൾക്ക് ഫാമിലി ഉള്ളതല്ലേ, അപ്പൊ അവർ ഓക്കെ ആണോ രേണു സുധീരോട് അഭിനയിക്കാൻ, കാരണം നാളെ കല്ലുകടി ഉണ്ടാവരുത്, പറയരുത്. ഇവനിപ്പോ ഓക്കെയാണ്, ഇവന്റെ ഫാമിലി ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇവനേക്കാൾ കൂടുതൽ എനിക്ക് എന്നെ വിളിക്കുന്നത് ഇവന്റെ വൈഫാണ് സംസാരിക്കുക. ആ കുട്ടി വെറും പാവം, അതാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. ഭയങ്കര സന്തോഷം. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ആ ആൽബം പോയി ജനഹൃദയങ്ങളിലേക്ക് എത്തി, അതിപ്പോ കരോക്കെ ഇറങ്ങി. ഭയങ്കര ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, ആക്ട്രസ് എന്ന നിലയിൽ ആ ആൽബത്തിൽ അഭിനയിച്ച് എന്താ പറയുക, ദൈവാനുഗ്രഹം തന്നെ ഞാനത് പറയുന്നത്.